ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ നാളെ 8ാം ക്ലാസ്സിൻ്റെ അറബിക് എക്സാമിന് വേണ്ടി റെഡി ആവുകയാണല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ അറബിക് എക്സാമിന് റെഡി ആവുന്ന സമയത്ത് അറബി എക്സാമിന് സ്ഥിരമായിക്കൊണ്ട് എന്തൊക്കെയാണ് ചോദിക്കാൻ സാറോട് പലരും കുട്ടികൾ മെസ്സേജ് ചോദിച്ചത്. അപ്പോൾ സാർ അങ്ങനെ ഒരു വീഡിയോ ആണ് ഈ ഇതിൽ ഉദ്ദേശിക്കുന്നത്. നമുക്ക് 8ാം ക്ലാസ്സിൻ്റെ ഒരു ആനുവൽ എക്സാം കടന്നു വരികയാണെങ്കിൽ നിർബന്ധമായും വരാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസാണ് സാർ എന്ത് ചെയ്യണത് ഒന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാരഗ്രാഫ്, ചെറിയൊരു പാരഗ്രാഫെങ്കിലും കൊടുത്തിട്ട് അതിൽ നിന്ന് ഉത്തരം കണ്ടെത്തി എഴുതാനുള്ള ഒരു ചോദ്യം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഏതെങ്കിലും കവിതൻ്റെ ലൈന് തന്നിട്ട് അതിൻ്റെ മീനിങ് താഴെ ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് ഇതിൻ്റെ കവിതൻ്റെ മീനിങ് ഇതിൽ ഏതാണെന്ന് കണ്ടെത്താനുള്ള ഒരു ചോദ്യവും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധ്യത, ഇങ്ങനത്തെ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാക്ക്, സെൻറ്റൻസ് ക്രമത്തിൽ എഴുതാനുള്ള ചോദ്യം നിങ്ങൾ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് മാച്ച് ദ ഫോളോയിങ്, നിങ്ങൾ പ്രധാനപ്പെട്ട വൺ വേർഡുകൾ വെച്ചിട്ടുള്ള മാച്ച് ദ ഫോളോയിങ് വരാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയിലൊക്കെ വരുന്ന ബോക്സിലൊക്കെ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളോ അതിൽ കവിതൻ്റെ മീനിങ് ഒക്കെ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വെച്ചുകൊണ്ട് ട്രാൻസ്ലേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, നിർബന്ധമായിക്കൊണ്ടും ആരെങ്കിലും ഒരാളുമായിക്കൊണ്ട് ഒരു ഹിവാർ നിങ്ങൾക്ക് എന്ത് ചെയ്യും എക്സാമിനുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈജാബിയ സെൽബിയ, നെഗറ്റീവ് പോസിറ്റീവ്, സോഷ്യൽ മീഡിയകളുടെ നെഗറ്റീവും പോസിറ്റീവ് സെപ്പറേറ്റ് ചെയ്യാനുള്ള ചോദ്യം നിർബന്ധമായി വരാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, നമ്മൾ പാരാഗ്രാഫിനെ മാറ്റി എഴുതാൻ, സ്ത്രീയെ പുരുഷനാക്കി മാറ്റാനും പുരുഷനെ സ്ത്രീയാക്കി മാറ്റിയതുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഇസ്തിമാറ ഫില്ല് ചെയ്യാൻ ഏതെങ്കിലും രീതിയിൽ ചിലപ്പോൾ ഒരു പാരാഗ്രാഫ് എന്നിട്ട് ചിലപ്പോൾ സ്വന്തമായിട്ട് എഴുതേണ്ടി വരും. അപ്പോൾ എന്തായാലും ഒരു ഇസ്തിമാറ ഫില്ല് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധ്യത വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ ഇങ്ങനെ ഒരു പദസൂര്യൻ തന്നുകൊണ്ട് ഷംസൽ മുഫ്രദാത്ത് എന്ത് ചെയ്യും തന്നുകൊണ്ട് നിങ്ങളോട് എന്ത് ചെയ്യാൻ പറയും, സെൻറ്റൻസുകൾ ഇതേപോലെ മേക്ക് ചെയ്യാൻ പറയും. ഇങ്ങനത്തെ ഒരു കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതെങ്ങനെ എഴുതാമെന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് രാത്രി നടക്കുന്ന ലൈവിൽ പറയും കേട്ടോ. ഓക്കെ, മറ്റൊന്ന്, ഏതെങ്കിലും ഒരു വ്യക്തിയുമായി ഇൻ്റർവ്യൂ നടത്തുകയാണെങ്കിൽ ഉണ്ടാക്കേണ്ടുന്ന ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, ഇന്ന് വരാൻ സാധ്യതയുണ്ട് കേട്ടോ ക്വസ്റ്റ്യന്. പിന്നെയോ ലഹുസ് അല്ലേ, കടങ്കഥകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധ്യത, ഏതെങ്കിലും വസ്തുവിനെ കുറിച്ചൊരു കടങ്കഥ ചോദിക്കാൻ എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആനുവൽ എക്സാമിന് വരാൻ സാധ്യത ക്വസ്റ്റ്യനാണ്. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് അറിവിനെ കുറിച്ച്, അഹ്മിയത്തുൽ ഇൽമിനെ കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ നാളെ നടക്കുന്ന 8ാം ക്ലാസ്സിൻ്റെ പരീക്ഷയിൽ വരാൻ കൂടുതൽ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. സോ ഈ എല്ലാ ക്വസ്റ്റ്യൻസിനും എങ്ങനെ ഏറ്റവും ഈസി ആയിട്ട് അറബി അറിയാത്ത കുട്ടികൾക്കും കൂടി ആൻസർ എഴുതാമെന്നുള്ള ഫുൾ കാര്യങ്ങൾ സാറിന്ന് വൈകുന്നേരം നടക്കുന്ന നമ്മുടെ 6 മണിക്കുള്ള ലൈവിൽ സാറ് പറയുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ലൈവിൽ നിങ്ങളെല്ലാവരും എത്തുന്നു വിചാരിക്കുകയാണ്. അതേപോലെ തന്നെ എജുപോർട്ടിൻ്റെ അറബി ക്ലാസ് ഇതിന് മുമ്പ് കണ്ട കുട്ടികളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെയായിരുന്നു, ഈസി ഉണ്ടായിരുന്നു, ഉപകാരപ്പെട്ടിരുന്നു എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറക്കണ്ട, വൈകുന്നേരം 6 മണിക്ക് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് നേരത്തെ തന്നെ എത്തണം കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.